നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 1200-ാം ആണ്ട് മേടം 31 ബുധനാഴ്ച രാത്രി 12:11 തൃക്കേട്ട 2-ാം പാദത്തിൽ ഇടവരവി സംക്രമം നടക്കുന്നു. മെയ് 15 മുതൽ ജൂൺ 14 വരെയാണ് മേടത്തിൽ ഉച്ചനായി നിന്നിരുന്ന ആദിത്യൻ സംക്രമിച്ച് ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്ന ഗ്രഹമാറ്റങ്ങളെക്കുറിച്ച് പറയാം. ഇടവം 4-ന് രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും 9:30 PM സംക്രമിക്കപ്പെടുന്നു. ഇടവം 9-ന് 12:59 PM ബുധൻ ഇടവത്തിലേക്കും ഇടവം 23-ന് ബുധൻ മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാർക്കും ഈ 1200-ാം ആണ്ട് ഇടവമാസത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് ഇടവമാസത്തിൽ പലവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം. സർക്കാർ തലത്തിൽ കുടിശ്ശികകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ അവ ലഭിക്കുന്നതാണ്. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ ഈ മാസം നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. സ്ഥാനമാറ്റം, ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കുന്നതിനും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തനം കാഴ്ചവെക്കാനും ആകും. പദവി മാറ്റം, പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും. പ്രൊഫഷണൽ തലത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ്. മികവ് പുലർത്താനും ആകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. എല്ലാ കാര്യത്തിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനും ആകും. വിദേശ പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം. ആശയവിനിമയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകും. ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് തന്നെ ധനം വന്നു ചേരുന്നതാണ്. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല മാസക്കാലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാലതാമസം അനുഭവപ്പെടുന്നതാണ്. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്താനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വാക്ചാതുര്യം വർദ്ധിക്കും. തൻ്റെ വാക്കുകളെ മറ്റുള്ളവർ വിലമതിക്കുന്നതാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബത്ത് അലോസരങ്ങൾ കുറഞ്ഞു നിൽക്കും. ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കണ്ണ്, ചെവി, പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ വന്നുപെട്ടേക്കാം. ദൈവാധീനമുള്ള സമയം തന്നെയാണ്. എന്നിരുന്നാലും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ്. ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുകയും ചെയ്യുക. ഇടവക്കൂർ. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് ഇടവമാസത്തിൽ എല്ലാ കാര്യത്തിലും ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങളും സുഖാനുഭവങ്ങളും ഉണ്ടാകും. കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും. ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുകയും അധികാരമോഹം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. മുൻകോപം നിയന്ത്രിക്കണം. എല്ലാ കാര്യങ്ങളും നിയമാനുസൃതമായി മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും. ലക്ഷ്യബോധത്തോടെ
മുന്നോട്ടു പോകും. കർമ്മരംഗത്തായാലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലായാലും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക. വീട് സ്വന്തമാക്കുന്നതിനും ഒരു വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും അങ്ങനെ നല്ല സുഖസൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു മാസക്കാലമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും മോശമായ പ്രതികരണം ഒഴിവാക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴി ജോലി ലഭിക്കുന്നതിനും ഇടയാകും. പല വിധത്തിലുള്ള ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് കാലതാമസം നേരിടുന്നതാണ്. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ കേൾക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ഗുണപ്രദമാണ്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. യാത്രകൾ വേണ്ടിവരും. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദൈവാധീനമുള്ള കാലഘട്ടമാണെങ്കിലും ഗണപതിക്ക് കറുകമാലയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ എല്ലാ കാര്യത്തിലും ഒരു അലസത അനുഭവപ്പെടുന്നതാണ്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ധൈര്യക്കുറവ്, ഊർജ്ജസ്വലത ഇല്ലായ്മ എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. മറ്റുള്ളവരുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. എന്തുതന്നെ ആയാലും ഒരു മ്ലാനത അനുഭവപ്പെടുന്നതാണ്. ആത്മീയ തലങ്ങളിലേക്ക് തിരിയുന്നതിന് ഗുണപ്രദമായിരിക്കും. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും തൊഴിലിൽ സംതൃപ്തിക്കുറവ് മാറുന്നതിനും യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. കർമ്മരംഗത്തായാലും പഠന കാര്യങ്ങളിലായാലും ചില സംതൃപ്തിക്കുറവ്, മടി, ശ്രദ്ധക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ്. ശത്രുശല്യം കുറയാം. കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കാനാകും. ദമ്പതികളുടെ ഇടയിലുള്ള അസ്വാരസ്യങ്ങൾ മാറി വരുന്നതാണ്. ആശയവിനിമയം ശ്രദ്ധിക്കണം. ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും. ധനച്ചിലവുകൾ വർദ്ധിക്കുന്നതിനും കടബാധ്യതകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും. സുഹൃത്തുക്കളുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രതികാര നടപടികളിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ എല്ലാ ഇടപാടുകളിലും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ധനനഷ്ടം ഉണ്ടാകാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നുചേരാനും പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കണമെന്നില്ല. കലാ സാംസ്കാരിക രംഗത്തുള്ളവരെ അംഗീകരിക്കപ്പെടുന്നതാണ്. മോശം കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തം ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. തൈറോയിഡ്, ത്രോട്ട് ഇൻഫെക്ഷൻസ്, കണ്ണ്, പല്ല്, ചെവി സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന സമർപ്പിക്കുക. ശിവ അഷ്ടോത്തരം ജപിക്കുന്നതും ഗുണപ്രദമാണ്. കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നതാണ്. കർമ്മപരമായി വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. കർമ്മരംഗത്ത് നിന്നുള്ള ധനാഗമനം കൂടാതെ ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ധനാഗമനം വന്നു ചേരാനിടയുണ്ട്. വീട് വിൽപ്പന നടത്തുന്നത് വഴിയോ വസ്തു വിൽപ്പന നടത്തുന്നത് വഴിയോ വാഹനം കൈമാറുന്നത് വഴിയോ ധനാഗമനം വന്നു ചേരാം. ചിട്ടികൾക്കും ലോണുകൾക്കും അനുമതി ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങൾ, ഉയർച്ച, പദവി മാറ്റം, സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം.
വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. സർക്കാർ തലത്തിൽ ലഭിക്കുവാനുള്ള കുടിശ്ശിക ലഭിക്കുന്നതാണ്. വാക്കുകൊണ്ട് കസർത്തുന്നവർക്ക് ഗുണപ്രദമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയാലും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്താനാകുന്നതാണ്. ഉന്നത വ്യക്തികളുമായി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകും. ദൂരദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട്. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. സ്വന്തം പേരിൽ വസ്തു വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ വീട് വാങ്ങുന്നതിനും വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അവ ത്വരിതപ്പെടാനും ഇടയാകും. വീട് മോടി പിടിപ്പിക്കുന്നതിനും ഇടയാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഉഷ്ണരോഗങ്ങളും രക്തദൂഷ്യങ്ങളും അലട്ടാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഗണപതി ഹോമം ചൊവ്വാഴ്ച ദിവസം ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുകയും ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവ മാസത്തിൽ കർമ്മരംഗത്ത് സ്ഥാനമാനങ്ങളും അപ്രതീക്ഷിതമായ ഉയർച്ചകളും ഉണ്ടാകാൻ ഇടയുണ്ട്. തിളക്കമാർന്ന വിജയം സുനിശ്ചിതമാണ്. കർമ്മരംഗത്ത് പ്രമോഷൻ, അംഗീകാരം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ തൊഴിലിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നേതൃത്വ പദവിയിലേക്ക് എത്തിച്ചേരാനും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതിനും ഇടയാകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഉന്നത പദവിയിൽ ഇരിക്കുന്നവർ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ്. വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. വിദേശ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. അച്ഛനിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുശല്യം കുറയുന്നതിനും ധൈര്യത്തോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുന്നതിനും സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ദൈവാധീനത്താൽ എല്ലാത്തിനെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. അച്ഛനും അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങളും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളും ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനമുള്ള സമയമാണെങ്കിലും ഗണപതിക്ക് ഉണ്ണിയപ്പം, ശാസ്താവിന് എള്ള് പായസം എന്നിവ സമർപ്പിക്കുക. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ ബാക്കി 3/4 ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവ മാസത്തിലെ ആദ്യ ഒരാഴ്ചയ്ക്ക് ശേഷം ഭാഗ്യ നേട്ടങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും കർമ്മസംബന്ധമായ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. ഭാഗ്യ നേട്ടങ്ങൾക്കും ഇടയാകും. ആത്മധൈര്യം വർദ്ധിക്കും. നല്ല ചിന്തകൾ ഉടലെടുക്കുകയും ഏതു കാര്യങ്ങളും സാധിച്ചെടുക്കാം എന്ന ശുഭാപ്തി വിശ്വാസവും ഉണ്ടാകും. ആശയവിനിമയ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ചർച്ചകൾ ഗുണപ്രദമായിരിക്കും. യാത്രാ ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും.
ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വിദേശ വിപണനവും സാധ്യമാകും. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് അനുകൂലമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട് സ്വന്തമാക്കുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധിക്കും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും വന്നുചേരും. സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതുവഴിയും ഉന്നത പഠനം സാധ്യമാകുന്നതുവഴിയും ശുഭ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാനിടയുണ്ട്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല അംഗീകാരം ലഭിക്കുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കും. അച്ഛനും വേണ്ടി ധനച്ചിലവുകൾ വന്നുചേരും. ശാരീരികമായ ഒരു സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് ഇടയാകും. ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക. തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവ മാസത്തിൽ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും മേഖലയിൽ നിന്നും ധനവരവ് ഉണ്ടാകും. എന്നാൽ ധനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ ചതിയിലോ വഞ്ചനയിലോ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഇടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. സ്വത്ത് ക്രയവിക്രയം ചെയ്ത് നേട്ടങ്ങൾ ലഭിക്കും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ചില കാലതാമസങ്ങൾ നേരിടുന്നതാണ്. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങൾക്ക് പലവിധ ഉയർച്ചകൾ വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായി വന്നേക്കാം. ധനവരവിന് ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. സംശയാസ്പദമായ രീതിയിലുള്ള നിക്ഷേപങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. മറ്റുള്ളവർ നമ്മെ പരിഹസിക്കാനിടയാകും. എതിർലിംഗക്കാരുമായി സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. യാത്രാ ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. വിദേശ പഠനവും സാധ്യമാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. ശരീരത്തിന് ക്ഷീണം, ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചനയും സമർപ്പിക്കുക. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. സ്ഥാനക്കയറ്റം, ഉയർന്ന അധികാരപ്രാപ്തി, പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. കർമ്മരംഗത്ത് ജീവിത പങ്കാളിയുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ അനുകൂല സമയക്കാലമാണ്. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമാണ്. അധികാരമോഹം വർദ്ധിക്കും. നല്ല ധൈര്യത്തോടെ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ടു പോകുന്നതാണ്. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുമെങ്കിലും ഊർജ്ജസ്വലതയോടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടുകയും ചെയ്യും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും മനപ്രയാസങ്ങൾക്കും ഇടയാകും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും നല്ല ആദരവ് ലഭിക്കുന്നതാണ്. വിവാഹകാര്യങ്ങളിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതാണ്.
പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. എന്നാൽ എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അപവാദങ്ങൾക്ക് ഇടയാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. കുടുംബക്കാരും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉഷ്ണരോഗങ്ങളോ രക്തദൂഷ്യങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന, അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം എന്നിവ സമർപ്പിക്കുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ നല്ല സേവന സന്നദ്ധതയോടുകൂടി മുന്നോട്ട് പോകാനാകും. ഏതൊരു തടസ്സങ്ങളെയും അതിജീവിക്കാനാകും. കടബാധ്യതകൾ വീട്ടി തീർക്കാനും ആകും. ശത്രുശല്യം കുറയും. രോഗശമനം ഉണ്ടാകും. കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും യോജിച്ചു പോകാനാകും. ക്ഷമ കൈമുതലാക്കി വയ്ക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. കഠിന പ്രയത്നം കൊണ്ടും ഉത്തരവാദിത്വ ബോധത്തിൻ്റെ കൂടുതൽ കൊണ്ടും നമുക്ക് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. എല്ലാം നിയമാനുസൃതമായി മാത്രം ചെയ്ത് മുന്നോട്ട് പോകാനാകും. ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്. കർമ്മരംഗത്തും ചില തെറ്റിദ്ധാരണകൾ വന്നുപെടാനിടയുണ്ട്. ചില തർക്കങ്ങൾക്കും ഇടയാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിച്ചു വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ യോഗ പോലുള്ളവ ശീലമാക്കുന്നത് നന്നായിരിക്കും. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. അച്ഛനോ അച്ഛൻ ബന്ധുക്കൾക്കോ ചില രോഗക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ദേവിക്ക് കുങ്കുമാർച്ചനയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മകരക്കൂറ് ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ മുൻ നിക്ഷേപങ്ങളിൽ നിന്നും നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. പിതൃസ്വത്ത് കൊണ്ടും ജീവിത പങ്കാളി വഴിയും ധനനേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാ ധനമിടപാടുകളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലാത്ത പക്ഷം ധനനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത അനുഭവപ്പെടുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. സർക്കാർ മുഖാന്തരം അപ്രതീക്ഷിതമായ ധനനേട്ടമുണ്ടാകും. വിദേശയാത്രയും തരപ്പെടുന്നതാണ്. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഓഹരി വിപണിയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. അച്ഛനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് ചില മനപ്രയാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം. മനസ്സമാധാനക്കുറവ് ഉണ്ടാകുമെങ്കിലും വികാരപരമായി ഇടപെടാതിരിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ധനച്ചിലവുകൾ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങൾ ത്വരിതപ്പെടുന്നതാണ്. കുടുംബ ജീവിതത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം അത്യന്താപേക്ഷിതമാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. യാത്രകളിൽ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കണം. ആത്മീയ യാത്രകളും ആകാം. ശരീരത്തിന് ക്ഷീണം, ഉഷ്ണരോഗങ്ങളും അലട്ടാനിടയുണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ശിവഭഗവാന് കൂവളത്തില കൊണ്ട് അർച്ചനയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക.
കുംഭക്കൂറ് അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലത വർദ്ധിക്കുന്നതാണ്. സ്ഥാനമാനങ്ങളും ഉയർച്ചയും പദവിമാറ്റം എന്നിവ ഉണ്ടാകും. അധികാരമോഹം ഉണ്ടാകും. ആത്മജ്ഞാനം വർദ്ധിക്കുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും ഇടയുണ്ട്. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കണം. ചില തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ആകും. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ചിലർക്ക് അവ വിൽപ്പന നടത്തി നേട്ടങ്ങൾ ലഭിക്കുന്നതുമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം ക്ഷമയോടെ അവരുടെ പ്രശ്നങ്ങളെ കേട്ട് പരിഹരിച്ച് മുന്നോട്ടു പോകാനാകുന്നതാണ്. വിദേശയാത്ര തരപ്പെടും. വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിനും ഇടയാകും. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. കുടുംബത്ത് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും. ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും പ്രതീക്ഷിക്കാം. ഏതൊരു പ്രശ്നത്തിലും ദൈവാധീനത്താൽ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അവരുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നത് വഴിയോ ഉന്നത പഠനം സാധ്യമാകുന്നത് വഴിയോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാമെങ്കിലും അവയെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ആത്മീയത വർദ്ധിച്ചു വരുന്നതാണ്. ഉദരസംബന്ധമായ ക്ലേശങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ഉരുവിടുകയും ചെയ്യുക. മീനക്കൂറ് പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് ഇടവമാസത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും. പുതിയ ആശയങ്ങൾ ഉടലെടുക്കുകയും അവ പ്രാവർത്തികമാക്കാനും ആകും. പലതരത്തിലുള്ള ശത്രുക്കളെ നേരിടേണ്ടി വരുന്നതാണ്. എന്നാൽ ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകുന്നതാണ്. കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും വാക്കുതർക്കങ്ങൾക്ക് ഇടപെടാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. പൊതുവെ ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും തൻ്റെ വാക്കുകൾ പാലിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. തൻ്റെ പ്രവർത്തനങ്ങളെ മേലുദ്യോഗസ്ഥർ അംഗീകരിക്കുന്നതിന് ഇടയാകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. വ്യവഹാരങ്ങൾ ഗുണപ്രദമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശവാസവും സാധ്യമാകും. വിസ സംബന്ധമായ പ്രശ്നങ്ങൾ മാറി വരുന്നതാണ്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല സമയമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും. സന്താനങ്ങളുമായി നല്ല സ്നേഹബന്ധം ഉണ്ടാകും. സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. ദമ്പതികളുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാദങ്ങൾക്ക് വേദന അനുഭവപ്പെടുകയും ചെറിയ ഓർമ്മക്കുറവ്, മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക.
ഇത്രയും കാര്യങ്ങളാണ് 2025 ഇടവ മാസത്തിൽ 27 നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ടത്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിന് എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ അയയ്ക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.